ഞാൻ അങ്ങനെ എന്റെ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹം അങ്ങ് നിറവേറ്റാൻ പോവേട്ടാ. വേറൊന്നുമല്ല, ആലപ്പുഴയിലുള്ള അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ അമ്പലത്തിൽ പോവേട്ടാ. നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് പുലർച്ചെ 3:30 അമ്പലപ്പുഴയ്ക്ക് നേരിട്ട് ട്രെയിൻ ഉണ്ട്. അതിലാണ് നമ്മൾ പോണേ. ലോക്കലിലാട്ടോ നമ്മൾ പോണേ. പക്ഷെ രാവിലെ ഒരു 3 മണിയാകുമ്പോഴേക്കും നമ്മൾ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറിയോണ്ട് നമുക്ക് സീറ്റ് കിട്ടിയിട്ടാ. ഒരു 3-3.5 മണിക്കൂറിന്റെ യാത്ര ഉണ്ട് ഗുരുവായൂരിന്ന് അമ്പലപ്പുഴയ്ക്ക്. അങ്ങനെ നമ്മൾ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി. പക്ഷെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് എങ്ങനെ പോകണം എങ്ങോട്ട് പോകണം നോക്കി പിടുത്തൂല്ല. എന്നാലും നമ്മൾ പോവും. അപ്പൊ നമ്മള് ഓട്ടോറിക്ഷ വിളിച്ച് പോവാന്നൊക്കെ പ്ലാൻ ചെയ്തേക്കിട്ടാ. അങ്ങനെ ഒരു 7:15 നമ്മൾ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാ. അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റിന്റെ യാത്ര ഉണ്ട് അമ്പലപ്പുഴ അമ്പലത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി നിന്നിട്ട് നമ്മൾ ആ എൻട്രൻസിന്റെ അവിടെ എത്തുമ്പോൾ ശരിക്കും ഗുരുവായൂർ അമ്പലത്തിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഒരു ഭാഗമൊക്കെ അവിടെ ചെന്നാൽ എങ്ങനെയാണ് ഏതാണെന്ന് നമുക്ക് അറിയില്ല. ആരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറണ വഴിക്കാണെങ്കിൽ ചേച്ചി പറഞ്ഞത് ഈ വെണ്ണയും പൂവൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ട് ഉള്ളി കൊണ്ടുവരണം. അങ്ങനെ ചേച്ചിയുടെ അടുത്ത് നിന്ന് അത് വാങ്ങിച്ചിട്ട് ഉള്ളി പോയി റസീദാക്കി അത് അമ്പലത്തിന്റെ ഉള്ളിൽ കൊണ്ട് തൊഴുത് വെച്ചിട്ട് തൊഴുതിറങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് നമ്മൾ റസീദാക്കിയ തൃക്കൈ വെണ്ണയും പഴവും ഒക്കെ പ്രസാദം കിട്ടിയിട്ടാ. ഇതാണ് നമ്മുടെ അമ്പലപ്പുഴയിലുള്ള വെണ്ണ പഴം ത്രിമധുരം പഴവും വെണ്ണയും മാത്രം നമുക്ക് അതിൽ അറിയണുണ്ടാവുന്നുള്ളൂ കേട്ടോ. അത് കൂടാണ്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതില്. പേരറിയാത്തോണ്ടാട്ടാ പറയാഞ്ഞത്. ഇപ്പൊ തോളലെല്ലാം കഴിഞ്ഞ് പ്രസാദം വാങ്ങിച്ച് വെണ്ണയും പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ അതാ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക. നല്ലൊരു അന്തരീക്ഷമാണ്. നല്ല രസം അവിടെ ഇരിക്കുക. പിന്നെ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ശംഖിൻ്റെ ഒക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 10 മണി വരെ പായസം വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുക. പായസത്തിൻ്റെ ഷീറ്റാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. അപ്പോൾ ഒരു 9:30 കഴിക്കണം. അല്ല 9 മണിയൊക്കെ ആവാറായിരിക്കും. അപ്പം ഇങ്ങോട്ട് ഇരിക്കണം. ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. നല്ലൊരു ശാന്തമായ അന്തരീക്ഷം. അങ്ങനെ കുറെ നേരം നമ്മൾ അവിടെ അന്തരീക്ഷം നോക്കിയിരുന്നു കേട്ടാ. സത്യം പറഞ്ഞ ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത്. നമ്മൾ തൊഴുതിറങ്ങിയ നേരെ അവിടെ പായസം റെസീറ്റ് ആക്കാനുള്ള ക്യൂലാണ് വന്നിരിക്കേണ്ടായിരുന്നു. അങ്ങനെ ആരൊക്കെയോ പറഞ്ഞു നമ്മൾ അത് അറിഞ്ഞ് നേരെ ക്യൂല് വന്നിരുന്നിട്ടാ. നമ്മൾ എത്തുമ്പോഴേ വലിയൊരു ക്യൂ ആയേക്കണ് കേട്ടാ. അധികം നേരം ഒന്നും ക്യൂല് നിൽക്കേണ്ടി വന്നിട്ടില്ല കേട്ടാ. കറക്റ്റ് 10 മണിയാകുമ്പോ തന്നെ ഷീട്ടാക്കല് തുടങ്ങിയുണ്ട്. ഇവിടെ അമ്പലം മാത്രല്ല കേട്ടാ, ഇവിടെ ചുറ്റും നടന്ന് കാണാനൊക്കെ എന്തൊക്കെയോ ഉണ്ട്, കൊറേ ഉണ്ട്. അങ്ങനെ പായസം ചീട്ടാക്കി നമ്മൾ പുറത്തിറങ്ങി അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചു കിട്ടാ. കാരണം പായസം കിട്ടാൻ 1 മണി ആവും. അതുവരെ നമ്മളിവിടെ ഇരിക്കണം. നമ്മള് പായസമൊക്കെ ഷീട്ടാക്കി 1 മണിക്ക് പായസം കിട്ടുള്ളൂ. അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടാ. കുറേ ഇവിടെ ചുറ്റിട്ടാണ് നടന്നത്. പക്ഷെ മഴയും വെയിലും എല്ലാം ആയപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇവിടെ ഇരിക്കുന്നത്. മാത്രമല്ല അപ്പുറത്ത് കുളമുണ്ട്. അപ്പോൾ ഈ കുളത്തിൻ്റെ തണുത്ത കാറ്റും എല്ലാം കൂടി ആയപ്പോൾ നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കുക. അങ്ങനെ ഒരു 12:45 പായസം വാങ്ങിക്കാനുള്ള ക്യൂ വന്നു തുടങ്ങി. അപ്പൊ നമ്മള് നേരെ ആദ്യമേ അവിടെ വന്ന് നിന്നുട്ടാ. കറക്റ്റ് 1 മണിയാകുമ്പോ തന്നെ കുറെ ആൾക്കാരായി വന്ന് പായസം അവിടെ കൊണ്ടു വെച്ചിട്ട് അത് കാണാനൊരു രസം ഉണ്ടായിരുന്നേ. ഒടുവിൽ കാത്തിരിപ്പുകൾക്ക് അവസാനമായിട്ട് അമ്പലപ്പുഴ പാൽപ്പായസം ഇവിടെ കയ്യിൽ കിട്ടിയ പായസം കിട്ടിയത് ഒട്ടും വൈകിക്കാണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അമ്പലപ്പുഴന്ന് ആലപ്പുഴയ്ക്കാണ് നമുക്ക് പോകേണ്ടത്. ബസ് കിട്ടാൻ കുറച്ചു നേരം വൈകിട്ടാ. കിട്ടിയത് നമ്മുടെ പ്രിയദർശിനിയാട്ടാ. അങ്ങനെ ആലപ്പുഴന്ന് തൃശ്ശൂർക്കുള്ള 3:15 ട്രെയിനാട്ടാ നമ്മൾ പോണത്. അപ്പൊ ശരിട്ടാ.